എൻട്രാകൾട്ട് എൻ്റർടൈൻമെൻറ്റ് ട്രാവൽ കൾച്ചർ എന്ന ഈ ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം. റാമോജി ഫിലിം സിറ്റിയിലെ കാഴ്ചകളോട് അനുബന്ധിച്ചുള്ള എപ്പിസോഡിൽ ഇത് 6ാമത്തെ ഭാഗമാണ്. ഇവിടെ നടക്കുന്ന കാർണിവലും മറ്റ് ആഘോഷങ്ങളുമാണ് ഈ എപ്പിസോഡിലൂടെ പ്രധാനമായും കാണിക്കുന്നത്. അപ്പോൾ എല്ലാവരും എല്ലാ കാഴ്ചകളും കണ്ടതിന് ശേഷം ഇവിടെ എല്ലാവരും ഒത്തുകൂടുന്ന ഒരു സർക്കിളുണ്ട്, അവിടെ നിൽക്കുകയാണ്. അപ്പോൾ ഇരുവശത്തുമായിട്ട് കാണികളുണ്ട്. അവിടേക്കാണ് ഇങ്ങനെ ഓരോ ടാബ്ലോ പോലെ അല്ലെങ്കിൽ നിശ്ചല ചിത്രങ്ങൾ അല്ലെങ്കിൽ മോഡലുകൾ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ്. പല കഥകളെയും പ്രതിഫലിപ്പിക്കുന്ന ചിത്രങ്ങൾ, പ്രതിമകൾ, അതുപോലെ തന്നെ അതിനോടനുബന്ധിച്ച് വിവിധ തരത്തിലുള്ള കലാപരിപാടികൾ അവതരിപ്പിക്കുന്ന കലാകാരന്മാർ തുടങ്ങിയവർ അണിനിരക്കുന്ന ഒരു വിസ്മയിപ്പിക്കുന്ന കാഴ്ചകളാണ് കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ നമ്മൾ ഒരു ഉച്ച നേരത്തൊക്കെ നല്ല ചൂടായിരുന്നു, ആളുകൾക്കൊക്കെ ചൂടൊക്കെ മാറി ഇപ്പോൾ നല്ല കാറ്റ് വീശുന്ന സമയം. എല്ലാവരും തളർന്ന് ഇരിക്കുകയാണ്, യാത്ര അല്ലെങ്കിൽ നടന്ന് ക്ഷീണിച്ച് ഇരിക്കുകയാണ്. അപ്പോൾ പല ടാബ്ലോയിഡും ഒപ്പമുള്ള ഈ മ്യൂസിക് അത് വലിയൊരു പ്രശ്നമാണ്. അപ്പോൾ അതുകൊണ്ട് മുഴുവൻ ഭാഗവും കാണിക്കാൻ അല്ലെങ്കിൽ പരിപൂർണമായി കാണിക്കാൻ കഴിയാത്തതിൽ ഖേദിക്കുന്നു. ഈ കലാകാരന്മാരും കലാകാരികളെല്ലാം ഈ കാണികളുടെ ഇടയിലേക്ക് ഇറങ്ങി വന്ന് അവർക്ക് കൈ കൊടുക്കുന്നുണ്ട്, ചിലവർ അനുഗ്രഹം വാങ്ങിക്കുന്നുണ്ട്. അങ്ങനെ അവരെ എല്ലാവരുമായിട്ട് ഇഴുകിച്ചേർന്നുകൊണ്ടാണ് ഈ ഒരു പരിപാടി അവതരിപ്പിക്കുന്നത്. കാണികൾക്ക് കൂടി പങ്കാളികളാകാവുന്ന രീതിയിലുള്ള ഒരു DJ മ്യൂസിക്കാണ് ഇവിടെ. കുട്ടികളും മുതിർന്നവരും എല്ലാവരും അതിൽ പങ്കുകൊള്ളുന്നു. അങ്ങനെ നമ്മൾ അവിടെ നിന്ന് പതുക്കെ പുറത്തേക്ക് ഇറങ്ങുകയാണ്. പരിപാടികളൊക്കെ അവിടെ പലതും നടക്കുന്നുണ്ട്. ഇനി എല്ലാവരും കഴിഞ്ഞ് വരുമ്പോൾ നല്ല തിരക്കായിരിക്കും ബസ്സിൽ പോകാൻ. അപ്പോൾ അതുകൊണ്ട് നമ്മൾ നേരത്തെ അവിടെ നിന്ന് ഇറങ്ങി. എല്ലായിടത്തും വളരെയധികം ദീപാലങ്കൃതമാണ്. അപ്പോൾ നമ്മുടെ കയ്യിൽ ഡ്രോൺ ഇല്ലാത്തതുകൊണ്ടാണ്, ഇല്ലെങ്കിൽ വളരെ മനോഹരമായ കാഴ്ച പകർത്താമായിരുന്നു. അപ്പോൾ എല്ലാ ഗാർഡനും ഇതേപോലെ പലതരത്തിലുള്ള ദീപാലങ്കാരങ്ങളും അതുപോലെ തന്നെ മോഡലുകളും ഒക്കെ, പിന്നെ അതുപോലെ തന്നെ ഒരുപാട് മറ്റ് തരത്തിലുള്ള മനുഷ്യൻ്റെ ക്രിയേറ്റിവിറ്റിയെ കാണിക്കുന്ന തരത്തിലുള്ള കാര്യങ്ങളൊക്കെ ഇവിടെ ഒരുക്കി വെച്ചിട്ടുണ്ട്. പലതും സിനിമയോട് ബന്ധപ്പെട്ടിട്ടുള്ളതാണ്. അപ്പോൾ വളരെ മനോഹരമായ കാഴ്ചയാണ്. എല്ലായിടത്തും ചെറുതായി മ്യൂസിക്കും അതുപോലെ തന്നെ ഇങ്ങനെയുള്ള കാഴ്ചകളുമാണ് നമ്മൾ കാണുന്നത്. വിശ്വപ്രസിദ്ധമായ ഇംഗ്ലീഷ് മൂവികളായ സ്പൈഡർമാൻ, 007 ൻ്റെയൊക്കെ
മോഡലുകളൊക്കെ വെച്ചിട്ടുണ്ട്. അതുപോലെ നമ്മൾ നടന്ന് ബസ് സ്റ്റേഷൻ നോക്കി പോവുകയാണ്. അപ്പോൾ ഒരുവിധം എല്ലാവരും ആകെ നടന്ന് ക്ഷീണിച്ചിരിക്കുകയാണെന്ന് പറഞ്ഞല്ലോ. അപ്പോൾ അതുകൊണ്ട് എത്രയും പെട്ടെന്ന് ബസ് സ്റ്റേഷനിലേക്ക് എത്തിയാൽ മതി എന്ന രീതിയിലാണ് പോകുന്നത്. പോകുമ്പോഴുണ്ടാകുന്ന ഈ കാഴ്ചകളൊക്കെയാണ്. ഇതൊക്കെ മനോഹരമായിരിക്കുന്നു. ഇതൊക്കെ ഒന്ന് കണ്ടു നോക്കൂ. രാമോജിയിൽ നിന്ന് ക്ഷീണിച്ച് വലഞ്ഞ് മടങ്ങുമ്പോഴും ഉള്ളിൻ്റെ ഉള്ളിൽ വീണ്ടും ഇവിടേക്ക് ഒരു പ്രാവശ്യം കൂടി വരണം എന്നുള്ള ഒരു ആഗ്രഹമുണ്ട്. കാരണം അത്രമാത്രം കാഴ്ചകൾ ഇവിടെ ഉണ്ട്. ഇത് തന്നെ നമ്മളിപ്പോൾ മുഴുവനും ചുറ്റി കണ്ടിട്ടൊന്നുമില്ല. ബസ് കൊണ്ടുപോയ ഭാഗങ്ങളിലൊക്കെ നമ്മൾ പോയി അവിടെയുള്ളതൊക്കെ ഒരുവിധം കണ്ടു. ഇനി ഇവിടെ നിന്ന് നമ്മൾ മറ്റ് ഭാഗങ്ങളിലേക്ക് പോകാനൊന്നും അതിനുള്ള സമയമില്ല. ഒരു ദിവസം കൊണ്ട് കാണാവുന്ന കാഴ്ചകളല്ല ഇതിൻ്റെ അകത്തുള്ളത്. പിന്നെ ഇതിന് ഉള്ളിൽ കുറേ അപ്പാർട്ട്മെൻറ്റുകൾ അതുപോലെ താമസിക്കാനുള്ള സ്ഥലങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ ഈ ഷൂട്ടിങ്ങിനൊക്കെ വരുന്നവർക്ക് വേണ്ടിയിട്ടാണ് അതൊക്കെ ഒരുക്കി വെച്ചിരിക്കുന്നത്. അവിടെ ഭക്ഷണത്തിൻ്റെ കാര്യം മാത്രം കാര്യമായി നമുക്ക് ഒരു സംതൃപ്തി കിട്ടിയില്ല. പുറത്തുനിന്ന് ഭക്ഷണം കൊണ്ടുവരാൻ പറ്റില്ല, ഇവിടെ നിന്ന് തന്നെ വാങ്ങിക്കണം. അപ്പോൾ വില വളരെ കൂടുതലുള്ള ഭക്ഷണം, എന്നാൽ രുചി കുറവും ക്വാളിറ്റി കുറവും ഒക്കെ ആയിട്ടാണ് എനിക്ക് തോന്നിയത്. അപ്പോൾ അതുമാത്രം ഒരു ഡ്രോബാക്ക് ഞാൻ കണ്ടിട്ടുള്ളൂ. ബാക്കിയെല്ലാം റാമോജി ഒരു പുതിയൊരു അനുഭവം തന്നെയാണ്. അപ്പം നമ്മളവിടുന്ന് നടന്ന് ബസ് സ്റ്റേഷൻ്റെ ഏകദേശം അടുത്തേക്ക് എത്തിയിരിക്കുകയാണ്. അപ്പം അതിൻ്റെ അടുത്തുള്ള താഴത്തുള്ള ഭാഗം കാഴ്ചകളൊക്കെയാണ് ഇത്. എല്ലാ ഭാഗത്തും എവിടെ നോക്കിയാലും അതിലൊക്കെ ഇങ്ങനെ ലൈറ്റ് അറേഞ്ച് ചെയ്തിരിക്കുകയാണ്. അങ്ങനെ ഈ ബസ്സിൽ കയറി നമ്മൾ പുറത്തേക്ക് പോവുകയാണ്. അങ്ങനെ എൻട്രൻസിലെത്തി. ഇവിടുന്ന് നമ്മൾ പുറത്തേക്ക് പോകണം. അപ്പോൾ നമ്മളെ കാത്ത് നമ്മുടെ വണ്ടി അവിടെ പുറത്ത് നിൽക്കുന്നുണ്ട്, ടെമ്പോ ഡ്രൈവർ. അപ്പോൾ ആദ്യത്തെ വണ്ടിയല്ല, വണ്ടി നമ്മൾ മാറ്റി. ഇത് വേറെ ഡ്രൈവറാണ്. അപ്പോൾ ഹൈദരാബാദിലെ രാത്രിയിലെ കാഴ്ചകളാണ് ഈ കാണുന്നത്. വളരെ മനോഹരമായ അല്ലെങ്കിൽ തിരക്ക് തുടങ്ങിയ കാഴ്ചകളാണ് നമ്മൾ ഈ നഗരത്തിലൂടെ ദർശിക്കാൻ കഴിയുന്നത്. വളരെ പണ്ട് കാലം മുതൽക്ക് തന്നെ ആസൂത്രിതമായി ഒരുക്കി വെച്ചിട്ടുള്ള ഒരു നഗരമാണ് ഹൈദരാബാദ്. പിന്നെ അതിൻ്റെ ഇടയ്ക്ക് ഒരു പ്രാവശ്യം ഒരു മഴ പെയ്ത് വെള്ളപ്പൊക്കമൊക്കെ ഉണ്ടായതിന് ശേഷം പിന്നീട് അങ്ങനൊരു സംഭവമേ നമ്മൾ കേട്ടിട്ടില്ല. കാരണം നഗരാസൂത്രണം വളരെ മനോഹരമായി ചെയ്ത് അങ്ങനൊരു സംഭവം ഭാവിയിൽ ആവർത്തിക്കാതിരിക്കാൻ കഴിയുന്ന കാര്യങ്ങളൊക്കെ ഇവർ സ്വീകരിച്ചതുകൊണ്ടാണ് പിന്നീട് ഒരു വെള്ളപ്പൊക്കമൊന്നും ഇവിടെ കാര്യമായിട്ട് ഉണ്ടായിട്ടില്ല. ഇതൊക്കെ മാർക്കറ്റിൻ്റെ ഒരു ഭാഗമാണ്. ഇപ്പം നമ്മൾ ഈ കടന്നുപോയ ഈ ഭാഗത്ത് കുറേ മൊബൈൽ ഷോപ്പുകളുണ്ടത്രേ. അപ്പോൾ അവിടെയൊക്കെ വളരെ വില കുറഞ്ഞ് ഏത് ബ്രാൻഡിലുള്ള ഫോണും അല്ലെങ്കിൽ ഏത് തരത്തിലുള്ള ഫോണും ഇവിടെ കിട്ടുന്നതാണ് ഡ്രൈവർ പറയുന്നത്. പിന്നെ ഇതൊരു മാർക്കറ്റാണ്, ബുധനാഴ്ച ദിവസങ്ങളിൽ മാത്രം പ്രവർത്തിക്കുന്ന ഒരു മാർക്കറ്റ്. അത് ഡ്രൈവർ നമുക്ക് പറഞ്ഞു തരികയാണ്. ഒരുവിധം എല്ലാ നഗരങ്ങളിലും ഇങ്ങനെയുള്ള ചെറിയ മാർക്കറ്റുകളൊക്കെ ഉണ്ടാകുന്നത് ഫ്രൂട്ട് മാർക്കറ്റാണ്. പക്ഷെ പൊതുവേ ഞാൻ ഹൈദരാബാദിൽ കണ്ട ഒരു കാഴ്ച പറഞ്ഞാൽ ഇവിടെയൊക്കെ ഭയങ്കര വിലയായിട്ടാണ് എനിക്ക് തോന്നിയത്. പ്രത്യേകിച്ച് ഫ്രൂട്ട്സിനൊക്കെ നല്ല വിലയുണ്ട്. വിഭാഗങ്ങളിലേക്ക് പോയി കഴിഞ്ഞാൽ കുറച്ചുകൂടി വില കുറവായിരിക്കും. ലെജിസ്ലേറ്റീവ് അസംബ്ലിയാണിത്. ഇതിൻ്റെ മറ്റു ഭാഗങ്ങളൊക്കെ നമ്മൾ ഇങ്ങനെ കാണിച്ചിട്ടുണ്ട്. അപ്പോൾ എന്തായാലും ഇന്നത്തെ യാത്ര നമ്മൾ ഏകദേശം തീരാറായി. ഇനി നമ്മൾ ഹൈദരാബാദിൽ കാണാൻ കുറേ കാഴ്ചകൾ ബാക്കിയുണ്ട്. ചാർമിനാർ, പിന്നെ ഒരു പാലസ് ഉണ്ട്, രണ്ട് പാലസ് ഉണ്ട്. അതൊക്കെ നമുക്ക് നാളെ പോയി കാണാം. അതേപോലെ തന്നെ വേറെയും കുറച്ച് കാഴ്ചകളുണ്ട്. അതൊക്കെ അടുത്ത എപ്പിസോഡിൽ വിവരിക്കാം. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കരുത്. അപ്പോൾ വീഡിയോ കണ്ട എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി. യാത്ര തുടരുന്നു.